2-3 ദിവസം ഞാൻ ഒരു വീട്ടിട്ടിരുന്നു. അത് ഈ പാടത്തിന് ശുദ്ധമായ വെള്ളം എടുത്തിട്ട് അത് മൈക്രോസ്കോപ്പിൽ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട്. അപ്പോൾ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, കമന്റ് ബോക്സിൽ ചോദിച്ചു, ഇതിൽ ബ്രെയിൻ ഈറ്റിംഗ് അമീബ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല തിരൂര് പോയിട്ട് അവിടെ തിരൂര് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു പുഴയുണ്ട്. അപ്പോൾ കലങ്ങിയ വെള്ളം കണ്ടാൽ തന്നെ അറിയാലോ, അതിന് കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് നോക്കിയാലോ അതിൽ അതായത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ആ സാധനം എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് ഫസ്റ്റ് അറിയാം. അത് ആദ്യം കാണിച്ചു തരാം കേട്ടോ. മേലെ കണ്ടോ, ഈ പിക്ക് കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഈ വെള്ളത്തിൽ നമുക്ക് അതുണ്ടോ നോക്കി നോക്കാം. ഏത് ആ ഈറ്റിംഗ് അമീബ. വാ, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള സാമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് 2-3 ഡ്രോപ്പ് എടുത്ത് സ്ലൈഡിൽ വെച്ചിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിൽ നോക്കാം. അതിൽ നിന്ന് 2-3 ഡ്രോപ്പ് വെള്ളം നമ്മൾ സ്ലൈഡിലാക്കിയിട്ടുണ്ട്. ഇനി മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഈ വെള്ളത്തിൽ എന്തെങ്കിലും ജീവികളോ അമീബൊക്കെ ഉണ്ടാകുന്നുള്ളത് നമുക്കൊന്ന് നോക്കാട്ടോ. മൈക്രോസ്കോപ്പിലൂടെ അമീബനെ തിരഞ്ഞ് നമുക്ക് ആദ്യം കിട്ടിയതായിട്ട് ഈ കാണുന്ന പാരമീസിയത്തിനാണ് കേട്ടോ. നമ്മൾ പണ്ട് ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പാരമീസിയം. പിന്നെ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ജീവി. ഇതിന്റെ പേര് നമുക്ക് എന്താന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടാ. അതിലുള്ള കച്ചറയിൽ ഇങ്ങനെ തൂങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ കണ്ടിട്ടുള്ള ഒരു ജീവിയാണ് ഇതാ ഈ കാണുന്ന ഒരു ഐറ്റം, എലി പോലെയുള്ള. ഇതൊരു റോട്ടിഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിനെയും കണ്ടു, പക്ഷെ അമീബനെ നമ്മൾ എത്ര നോക്കിയിട്ടും കണ്ടില്ല കേട്ടാ. വീണ്ടും നമുക്കൊരു പാരമീസിയത്തിന് കണ്ട്, ഇതും റോട്ടിഫർ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ വേറൊരു വെറൈറ്റി തന്നെയാണ് കേട്ടാ. അപ്പൊ ഈ കണ്ട ജീവികളൊക്കെ കണ്ടിട്ട് നമ്മൾ, പക്ഷെ അമീബനെ മാത്രം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല.